ഒരുപാട് മാറ്റം ഭയങ്കര താളമാറ്റം ഉണ്ടല്ലോ. അതെ അതെ. ഇനി ഡാൻസിലേക്ക് ഒരു പ്രതീക്ഷ വയ്ക്കാം. ഇതിനു മുമ്പൊക്കെ നമ്മൾ ഇതുപോലെ വാലന്റൈൻസ് ഡേ ഒക്കെ ഇതാവുമ്പോൾ നമ്മൾ പലരോടും ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ജെസ്സിലെ എടുത്ത് ചോദിച്ചിട്ടില്ല. ജെസ്സിലെ പറയണ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഏത് പറയണം എന്നുള്ള കൺഫ്യൂഷനാണ്. ഓക്കെ, യൂഷ്വലി എല്ലാവരും എനിക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്റെ കയ്യിലുള്ള ഈ ഒരു ടാറ്റു എന്താണ് എന്ന്. ഓക്കെ, പഴുതാരല്ലേ? എന്താ പഴുതാരല്ലേ? പഴുതാരയുടെ ഇംഗ്ലീഷ് അങ്ങനെയൊന്നല്ല. ആക്ച്വലി ഇത് എന്റെ ഫസ്റ്റ് എന്റെ ജീവിതത്തിലെ ഫസ്റ്റ് പ്രണയത്തിന്റെ ബോയ്ഫ്രണ്ടിന്റെ പേരാണ് ആക്ച്വലി ഇത്. ഓക്കെ, കുഷൻ ഗൗഡ എന്ന്. കുഷൻ ഗൗഡ. ഓക്കെ, ഞാനും ഐ ഹാഡ് എ ലവ് ഫോർ 5 years. 12th ഇയറിലാണ്, 12 വയസ്സിൽ. 12 വയസ്സിൽ യു സ്റ്റാർട്ടഡ്? ഓ മൈ ഗോഡ്. നിങ്ങൾ സെയിം ഏജ് ആയിരുന്നോ? ഇല്ല, ഈസ് എൽഡർ ദാൻ മീ. ഒരു 8 വർഷം വലുതാണ് എന്റെ കാലം. വാട്ട് ഹാപ്പൻഡ് ഇൻ ദാറ്റ് റിലേഷൻ? എത്ര വർഷം ഉണ്ടായിരുന്നു? 5 വർഷം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗുഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ഗുഡ്. ഇറ്റ്സ് എ മെമ്മറബിൾ എക്സ്പീരിയൻസ് ഫോർ മീ. പിന്നെ 5 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഐ വാണ്ടഡ് ടു കണ്ടിന്യൂ വിത്ത് മൈ കരിയർ. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ഇവിടുന്ന് മാറാം. എനിക്ക് പറ്റൂല, എന്റെ സെന്ററിൽ നിന്ന് എനിക്ക് ചാവാൻ പറ്റൂല. എനിക്കറിയുന്ന മലയാളത്തിൽ ഞാൻ പറഞ്ഞു. മലയാളത്തിൽ പറഞ്ഞോളൂ. ഓക്കെ, 5 വർഷം ഞങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. ആൻഡ് അത് ഈ പച്ചകുത്തിയത് എപ്പോഴായിരുന്നു? ഈ പച്ചകുത്തിയത് ഞാൻ സെക്കൻഡ് PU ഉണ്ടാവുമ്പോഴാണ്. +2 ഇവിടുത്തെ +2. അത് സെക്കൻഡ് PU എന്ന് പറയാം അവിടെ. ഓക്കെ, എനിക്ക് സിനിമയിലും പിന്നെ ആക്ടിങ്ങിലൂടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴത്തേക്കും അവന് ഞാൻ ഈ ഫീൽഡിൽ പോകുന്ന താല്പര്യമില്ല. 8 വയസ്സിന് മൂത്തവനെ വിളിക്കണ കേട്ടല്ലോ, അവന് തന്നെ വിളിക്കും. ഓക്കെ, അതെ. അപ്പോ താല്പര്യമില്ലായിരുന്നു. അപ്പൊ എനിക്കും എന്റെ ഈ കരിയറിൽ മുന്നോട്ട് പോകണം. അവൻ ആക്ച്വലി ഡയറക്ടറാണ്, കന്നഡയില് ആക്ടറാണ് ആൻഡ് റാപ്പറാണ് ആൻഡ് ലിറിസിസ്റ്റാണ്. ഓക്കെ, സോ അവന് ആ കരിയറിൽ മൂവ് ചെയ്യണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സംസാരിച്ചിട്ട് അങ്ങനെ കോംപ്രമൈസിന് വന്നിട്ട് ഇനി ഞങ്ങൾ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ട, കല്യാണം കഴിക്കേണ്ടെന്ന് വെച്ചിട്ട് ബ്രേക്കപ്പ് ചെയ്തു. ആൻഡ് സ്റ്റിൽ വി ആർ ഇൻ ടച്ച്. സംസാരിക്കും, മെസ്സേജ് അത് ഇതൊക്കെ ചെയ്യും. ഇതുവരെ കണ്ടിട്ടില്ല, ബ്രേക്കപ്പ് ആയത് പിന്നെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഹെൽത്തി റിലേഷൻഷിപ്പ്, നല്ല റിലേഷൻഷിപ്പ്. റീജോയിൻ ചെയ്യോ? Is there any chance? ഒരിക്കലുമില്ല, ചാൻസ് ഇല്ല. ബട്ട് ഞാൻ എന്റെ എപ്പോഴും മറക്കാത്ത ഒരു ലവ് ആണത്. അപ്പൊ ഇനി ഈ ടാറ്റു എന്ത് ചെയ്യും? എന്റെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ വലത് കയ്യിൽ എന്റെ പേര് ടാറ്റു. പക്ഷെ എന്നാൽ ഇതെങ്ങനെ മാറ്റും? എനിക്ക് ഇനി ഒരു സത്യം പറയാനുണ്ട്. ഓക്കെ, ബട്ട് ഐ നീഡ് ഇത് നോബിച്ചേട്ടന്റെ പെർമിഷൻ വേണം. എന്താണ് പണിയൊപ്പിച്ചേ? നോബിച്ചേട്ടന്റെ സമ്മതം ഉണ്ടെങ്കിൽ കുട്ടി അത് തുറന്നു പറയാൻ തയ്യാറാ. നോബിച്ചേട്ടന്റെ പേര് വേറെ എവിടെയെങ്കിലും കുത്തിയിട്ടുണ്ടോ? ഇല്ല. കുത്താൻ പോവാണോ? അങ്ങനെയൊന്നുമില്ല. എന്റെ അനിയത്തി പിള്ളേരുന്നു. Except 1 or 2 or 3 or 4 തീരുമാനിക്കണം. ചേട്ടനെ കാണുമ്പോ എനിക്ക് എന്റെ പഴയ ബോയ്ഫ്രണ്ട് ഓർമ്മ വരുന്നു. ചേട്ടന്റെ കുറെ ബിഹേവിയേഴ്സ് ഒക്കെ ചില സമയത്ത് എനിക്ക് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും. ഓക്കെ, അപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ ഓർമ്മ വരാറുണ്ട്. കുഷൻ, നിങ്ങൾ നന്നായി പേര് പഠിച്ചല്ലോ. ഓക്കെ, ഫേമസ് ആയില്ലേ? ഓക്കെ, കുറെ സമയത്ത് എനിക്ക് എന്താ പറയാ, നോബിച്ചേട്ടൻ്റെ ഒരു ക്രഷായി ഫീൽ ചെയ്യാറുണ്ട്. ഇല്ല, ബട്ട് ഐ കൺസിഡർ ഹിം ആസ് മൈ ബ്രദർ ഓൺലി. സ്റ്റിൽ ഐ എം ടെല്ലിങ്. അങ്ങനെ തോന്നിട്ടുണ്ടായിരുന്നു എന്ന്. പറഞ്ഞത് മനസ്സിലായില്ല. ഇവര് പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവണില്ല. സ്നേഹം തോന്നും, ഉള്ളിലൊരു ഫീലിങ്സ് തോന്നും, ഒരു അഫെക്ഷൻ, ഇഷ്ടം തോന്നുക, അതാണ്. ശരി, ഓക്കെ, ഫൈൻ. ഇനി ടാറ്റു എന്ത് ചെയ്യും? ഇനി ടാറ്റു ഫ്യൂച്ചറിൽ ഞാൻ ഇനി കല്യാണം കഴിക്കും എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് എടുക്കും. ലേസർ ചെയ്ത് ലേസർ മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ ഇനി സുധിച്ചേട്ടന്റെ ടാറ്റുവിന്റെ അയ്യോ പച്ച കുത്തിയിട്ടുണ്ടോ? എന്റെ ടാറ്റുവിന്റെ പേര് തങ്കമണി. ഇതൊക്കെ കണ്ടപ്പോ ഒരാള് ഫുൾ കൈ ഷർട്ട് നിവർത്തിയിട്ട് എവിടെ പച്ച നോക്കട്ടെ. ഇത് പച്ച കുത്തിയല്ല, പപ്പടം കാച്ച വെണ്ണ നിറച്ച്.
അനു നല്ലൊരു ഗായിക ആയതുകൊണ്ടാണോ ഈ മ്യൂസിക്കൽ നൊട്ടേഷൻ? മ്യൂസിക് ഡയറക്ടറിനെ സ്നേഹിക്കുകയാണ്. ലക്ഷ്മി ഞാൻ പറയട്ടെ അതേതാണ് ഇപ്പൊ ചെന്നൈയിലാണ്. ചെന്നൈ ബസ് സ്റ്റാൻഡിലേക്കാണ്. അതല്ല അല്ല 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 ഈയിടയ്ക്ക് പുള്ളി രചിച്ച പാട്ട് ഏതാണെന്നറിയോ? മറിയയുടെ മേണ്ട. പിന്നെ അതിന് വേറൊരു ട്യൂണൊക്കെ കൊടുത്ത് അതിന്റെ ആൽബം ചെയ്യാൻ പോവാണ്, അറിഞ്ഞിരുന്നോ? ആണോ? അയ്യോ പിന്നെ വേണമെങ്കിൽ ഈ കയ്യിൽ തങ്കത്തിനൊന്ന് സ്കെച്ച് ഉണ്ടെങ്കിൽ എഴുതി. ഞാന് സത്യം ഞാൻ ലൊക്കേഷൻ ഫ്ലോറാണ്. ഈ ടാറ്റുവിന്റെ പിന്നിലായിരുന്നാണോ? അല്ല, മ്യൂസിക് ഡയറക്ടറിനെ പ്രേമിക്കാനുള്ള ആ പ്രണയം കഴിഞ്ഞിട്ട് മതി ടാറ്റൂലേക്ക് പോക്ക്. സത്യം മാത്രം. സത്യം മാത്രം പറയാൻ പറ്റൂല, കുറച്ച് കള്ളം കൂടെ പറയും. എന്നും അതല്ലേ പറയണം, ഇന്നൊരു സത്യം പറ. സത്യം പറ. ഞാന് വഴിയിൽ ബസ്സിൽ വെച്ച് കണ്ടതാണ് പുള്ളിക്കാരൻ. ഞാൻ ഇവിടെ കുറെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, അല്ലാണ്ട് ഈ പ്രോഗ്രാം കണ്ടിട്ട് പുള്ളിക്കാരൻ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നു. നിന്റെ പാട്ട് കേട്ടിട്ടാണോ നിന്നെ ഇഷ്ടപ്പെട്ടത്? പറയുന്ന കേൾക്ക്. അപ്പൊ ഈ പ്രോഗ്രാം പുള്ളിക്കാരൻ സ്ഥിരമായിട്ട് കാണുമായിരുന്നേ. അങ്ങനെ ഇരുന്നപ്പോ എന്നോട് പറഞ്ഞു, ഇടയ്ക്ക് വെച്ച് അനുവിന്റെ പാട്ടൊക്കെ ഞാൻ കേട്ടു. ഞാൻ അറിയുന്നില്ല പുള്ളിക്കാരൻ മ്യൂസിക് ഡയറക്ടർ ആണെന്നുള്ള കാര്യം. ബസ്സിൽ നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു, എറണാകുളത്തോട് ഇങ്ങോട്ട് വരുമായിരുന്നേ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ പ്രോഗ്രാം കാണാറുണ്ട്, അനുവിന് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ സംസാരിച്ചു. വീട്ടിൽ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, നോക്കുന്നുണ്ട്, വരുന്നുണ്ട്, നല്ലത് നോക്കി കെട്ടിച്ചു വിടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഓക്കെ. എനിക്ക് ഇങ്ങനെ പുള്ളിക്കാരനെ പറ്റിയെല്ലാം സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ലാസ്റ്റ് പറഞ്ഞു മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പാട്ട് കേട്ടിട്ടാണോ ഇങ്ങനെ ഇഷ്ടമായതാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അല്ല, അതെന്ന് പറഞ്ഞാല് ഞാൻ ഒരുപാട് പേർക്ക് പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ പാട്ട് അറിയാത്തൊരു ഇതൊക്കെ ഇങ്ങനെയാണോ നിങ്ങൾ ഓരോന്ന് കാണിച്ചോണ്ടിരുന്നേ? ചെവി കേൾക്കത്തില്ലേ പുള്ളിക്ക്? അല്ല, പറഞ്ഞ കേൾക്ക് ഫുള്ളും. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, കഥ കഴിഞ്ഞിട്ടില്ലേട്ടാ? ആണോ? ഇനിയുണ്ടോ? പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് അനുവിനെ നന്നായിട്ട് പാട്ട് പഠിപ്പിച്ചെടുക്കണു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഇതിന്റെ വക്കിൽ നിൽക്കുക. ശരി ശരി ശരി. എത്ര സെക്കൻഡുകൾക്ക് മുമ്പാണ് കുട്ടി ഈ ഒരു കഥ ഇല്ല, സത്യമുള്ള കാര്യം. എങ്ങനെ ഇങ്ങനെ നുണയൊക്കെ പറയാൻ പറ്റും? എങ്ങനെയാണ് സാധിക്കണവന്? പേരോ? ദാസൻ. വിജയൻ എപ്പോ വരും? ഈ കള്ളം പറയാൻ പഠിക്കാൻ എവിടെയും പോകുന്നുണ്ടോ? ഇല്ല. അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് സത്യമുള്ള കാര്യം. ഞാൻ വേണമെങ്കിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പുള്ളിക്കാരനെ വിളിച്ച് പരിചയപ്പെടുത്താം. ഇല്ല, ഇപ്പൊ വിളിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം വിളിക്കണവര്. അനുവിന്റെ ആന്റിയുടെ അനുവിന്റെ ഫോൺ വേണം. നീ മൊത്തത്തിൽ പൊളിഞ്ഞു. ഫോൺ വേണം. കള്ളം പറഞ്ഞത് ബ്രേക്ക് ആയിരിക്കും. ആന്റി ഒന്ന് എടുത്തിട്ട് വരുമോ? എല്ലാരും സത്യമല്ലേ പറഞ്ഞു. നിങ്ങളുടെ സമയമാകുമ്പോ പറഞ്ഞാൽ മതി. സമയമായല്ലോ, ഇപ്പൊ ഇത്രയും ധൈര്യം കാണിച്ചില്ല. അപ്പൊ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടണം. മിക്കവാറും ഇവള് അസീസിനായിരിക്കും വിളിക്കണം. എന്നാൽ അസീസ് ഈ കോള് വിദ്രലിക്കണം. എനിക്കറിഞ്ഞൂടാ. ഒറിജിനൽ ആളെ വിളിക്കട്ടെ. അതൊന്നും പറ്റില്ല. ഇല്ലല്ല, ഇത് ശരിക്കും ക്യാമറയുടെ മുന്നിൽ വരെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി പൊട്ടം കളിപ്പിക്കാൻ പറ്റില്ല. സത്യമായിട്ടും ആരെന്നുണ്ടെങ്കിൽ വിളിച്ചു. ഇവക്ക് കൺഫ്യൂഷൻ ഇത് ഏതിനെ വിളിക്കുമെന്ന്. ഞാൻ അറിഞ്ഞു. ഞാൻ വേറെ ഒരുത്തനെ വിളിച്ചാൽ മറ്റവൻ പടങ്ങും. ഫോൺ കിട്ടിയിട്ടുണ്ട്. അനു ചിരിക്കൂ. ഓക്കെ. എന്താ? ഒന്നുമില്ല. ആരെ വിളിക്കുന്നത്? ഏതെങ്കിലും പെണ്ണിന്റെ പേരടിച്ചു നോക്കിയാൽ മതി. ഏതെങ്കിലും ആണായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഇതാണ് തള്ളുമ്പോ മയത്തിലൊക്കെ തള്ളണം. എനിക്കൊരു കാര്യം പറയട്ടെ. ഞാൻ തള്ളിയതാണ്. ഞാൻ തള്ളിയതാണ്. ഒരാളുടെ കൂടെ കട്ടക്ക് പിടിച്ചു നിൽക്കാനായിട്ട് തള്ളാൻ പാടില്ല. ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല ഇവിടെ. കാരണം ഒരാളുടെ ലൈഫിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയും സെന്റിമെന്റൽ ആയിട്ട് ഇമോഷണൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും അവിടെ ഒരു കഥ ഉണ്ടാക്കിയെടുത്തതേ. ശരി, ഞാൻ ചോദിക്കട്ടെ, എല്ലാ എപ്പിസോഡിലും ഇങ്ങനെയാണോ ചെയ്യണേ? അല്ല, എന്തായാലും എന്റെ ടാറ്റു കാണിച്ചല്ലോ. അപ്പൊ ഞാൻ ഇത് വെച്ചൊരു മെനഞ്ഞു അല്ലേ? പിടിക്കപ്പെടുന്ന അറിഞ്ഞപ്പോ സത്യം കൂടെ പറഞ്ഞു. നിങ്ങൾ ഈ ഫോൺ എടുത്ത് വിളിക്കൂന്നൊക്കെ പറഞ്ഞു. എന്നാലും ഓഡിയൻസിൽ ഒരാൾ അനുവിനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വന്നപ്പോ തന്നെ ആ കാര്യം പറഞ്ഞേ. ആരായിരുന്നു ആ കക്ഷി? കറുപ്പും വെള്ളയും. അല്ല നോമിച്ചേട്ടാ, ഇത് ഏകദേശം സെറ്റാണ്. നോക്കാം ടീഷർട്ട് അങ്ങോട്ടല്ല, ഇപ്പൊ തൽക്കാലം പിന്നെ കൂടെ. ശരി, പേരെന്താ? വിശാഖ്. വിശാഖ്. അനുവിന് എത്ര മണിക്ക് വരാനാ ഇവിടെ പറഞ്ഞേ?
അങ്ങനെ എക്കോ വേണ്ട. ആ എടേ മിണ്ടല്ലേ. ആ ആ പറയട്ടെ. ഒന്നും പറഞ്ഞില്ല. ആ ഇന്ന് എപ്പോ വന്നാലും എന്നെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ അത് ശരി. എടാ പോടാന്നൊക്കെ. ഓ അങ്ങനെയായിരിക്കും ഫ്രണ്ട്ലി. ഓക്കെ. ആ ഫൈൻ. ശരി, നാട് എവിടെയായിരുന്നു? കണ്ണൂര്. കണ്ണൂരിന്ന് ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിൽ അനുവിനെ കാണാനായി വന്നിരിക്കുകയാണ്. അപ്പൊ വന്ന കാര്യം ഏറ്റവും ആദ്യം നടക്കട്ടെ. കൊടുക്കാം. അതിനല്ലേ വന്നേ? അതെ. ആ അപ്പൊ പിന്നെ കൊടുക്കണ്ടേ. ബൈ പ്രൊഫഷൻ എന്താ ചെയ്യണേ? ഡാൻസറാണ്. ഡാൻസറാണ്. ഇപ്പോഴാണ് മനസ്സിലായത്. ടമാർ പടാറിൽ അനുവിന്റെ ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അതിലൊന്നും അനു ഇപ്പൊ ഒരുപാട് മാറി. അപ്പൊ ഇതാണ് നമ്മുടെ ഡാൻസ് ടീച്ചർ. ശരി, ഓക്കെ. അപ്പൊ ഇനി വന്ന വഴി ഇനി ഒരു ചുമ്മാ അല്ല, എല്ലാം സത്യം തന്നെ. ഞങ്ങള് കാണട്ടെ. ഇനി എന്ത് പറഞ്ഞാലും നീ എന്നാ ചെറുക്ക പൂവും കൊണ്ടോ നീ എന്ന് കൊച്ചു പയ്യേ. ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ തങ്കച്ചനെ വേണം. മ്യൂസിക് വേണം. ആ ചെറിയൊരു മ്യൂസിക് വേണം പ്ലീസ്. മറ്റേ പാട്ടോട് പൂവേ സംഭവേ. பூவே செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய் பேசிடும் புல்லாங்குழல் நீதானொரு பூவின் மடல் பூவே செம்பூவே உன் வாசம் வரும் பூவே செம்பூவே. நிழல் போல நானும் நிழல் போல நானும் நடை போட நீயும் தொடர்கின்ற சொந்தம் நெடுங்கால பந்தம் கடல் வானம் கூட நிறம் மாறக்கூடும் மனம் கொண்ட பாசம் தடமாறிடாது நான் வாழும் வாழ்வே உனக்காகத்தானே நாள்தோறும் நெஞ்சில் நான் ஏந்தும் தேனே என்னாலும் சங்கீதம் சந்தோஷமே வாய் பேசிடும் புல்லாங்குழல் நீதானொரு பூவின் மடல். ശരിക്കും ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡില് കുറെ പേർക്ക് ഈ ഒരു പെർഫോമൻസ് കണ്ടപ്പോ നമ്മുടെ എല്ലാവരുടെയും റിയൽ ലൈഫ് വെച്ചിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി.